സോ ഇതാണ് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോമ്പാക്ട് ഡിവൈസ്, അതായത് വിവോ X200 FE. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 55 to 60 ആണ്. വിവോയുടെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്യാമറയാണ്, പിന്നെയുള്ളത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അത് മാത്രമല്ല ഇത് ഭയങ്കര ഒരു ഹോൾഡ് ചെയ്യാൻ നമുക്കൊരു വൺ ഹാൻഡ് തന്നെ ധാരാളമാണ്. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പ്രസ് ആയിട്ടുള്ളത് വിവോയുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് വിവോയുടെ പ്രീമിയം ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാർഡ് ലഭിക്കും. സോ ഈ ഒരു കാർഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എപ്പോഴെങ്കിലും ഫോൺ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ച് നമ്മൾ ഇവരുടെ സർവീസ് സെൻറ്റർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മുൻഗണന തരാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാർഡ് ഇവർ ഈ ഒരു പ്രീമിയം ഫോണുകളുടെ കൂടെ നൽകുന്നത്. അതായത് വിവോയുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ തന്നെ അവരുടെ കസ്റ്റമേഴ്സിന് പിടിച്ചു നിർത്താനുള്ള 18ാമത്തെ അടവാണത്. പക്ഷേ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സോ അതിനൊക്കെ നമ്മുടെ സാംസങ് 70,000 രൂപ കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒരു ഫോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയാണത്. ഇതുമായിട്ട് ഞാൻ സർവീസ് സെൻറ്റർ വിസിറ്റ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത് വാറൻറ്റി കഴിഞ്ഞത് കാരണം നമുക്കിത് മാറ്റിത്തരാൻ സാധിക്കില്ല എന്നാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ വിവോയുടെ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ആൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല മറ്റു സൈറ്റിൽ അല്ലെങ്കിൽ വിവോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. സോ ഞാനിവിടെ പറയുന്നത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. അത് ഈ ഒരു ഫോൺ കുറച്ച് നേരം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വൺ ഹാൻഡിന് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഡിവൈസ് എന്നാണ്. കാരണം ഇതിൻ്റെ ഡിസൈൻ ആ ഒരു രീതിക്കാണ്. അതിൻ്റെ പെർഫോമൻസ് ഭയങ്കര ബൂസ്റ്റ് ആണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം എന്തായാലും ഒരു ഫ്ലാഷ് ചിപ്സെറ്റ് ഈ ഒരു ഡിവൈസിന് വിവോ നൽകിയിട്ടുണ്ട്. അതായത് മീഡിയാടെക് ഡയമൻസിറ്റി 9300 പ്ലസ് MT6989 എന്ന ചിപ്സെറ്റാണുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ PUBG അല്ലെങ്കിൽ അതിലും കൂടുതൽ ഗ്രാഫിക്സ് ഉള്ള എന്തെങ്കിലും ഗെയിം നിങ്ങൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം പുഷ്പം പോലെ ഈ ഒരു ഫോണിൽ റൺ ചെയ്യും. പിന്നെ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിലും അതേപോലെ ക്യാമറ പെർഫോമൻസിലുമായിരിക്കും. 50 MB 2 ക്യാമറയും 8 MB 1 ക്യാമറയുമാണ് റിയൽ ക്യാമറകളിൽ നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ക്യാമറകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ 16 FXലാണ് മാക്സിമം വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ 6.3 ഇഞ്ചിൻ്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേയിലാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ടാണ്. ആൻഡ് പിന്നെ ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോട്ടോസ് എടുത്തത് കുറച്ചൊരു ഡാർക്കായിട്ടൊരു സ്ഥലത്ത് നിന്ന്, അതായത് അത്ര ലൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തുള്ളത്. അത് തന്നെ ഭയങ്കര ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ഫോണിലെടുത്തുള്ള ഒരു ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അത് തന്നെ എത്രത്തോളം ക്ലാരിറ്റിയിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ക്ലിയറിലാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഒരുപാടധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വിൻ്ററിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ ഒരു ക്ലൈമറ്റ് വിൻ്ററിലേക്ക് ചേഞ്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. അതിൽ വിൻ്ററിൻ്റെ തന്നെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, കാരണം അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്. ദെൻ ഡിവൈസിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിവൈസാണ്. പിന്നെ ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് വശങ്ങൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമേ എനിക്കൊരു നെഗറ്റീവായി തോന്നിയിട്ടുള്ളൂ. അത് വേറെ ഒന്നുമല്ല, USB ടൈപ്പ് ആണെങ്കിൽ 2.0 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് ആണെങ്കിൽ UFS 3.1 ആണ് കൊടുത്തിട്ടുള്ളത്. ഡിവൈസിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒട്ടുമിക്ക ഡിവൈസുകളിലും വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ഡിവൈസിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടായില്ല. സോ അതൊരു നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ 50,000 to 60,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിവൈസ് മേടിക്കുന്നത് ലാഭമാണോ നഷ്ടമാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.